നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കടൽ വഴി കരകയറാൻ വി.ഡി. സതീശൻ സർക്കാരിന്റെ നീക്കം. ബജറ്റിലെ ഏറ്റവും പ്രധാന പ്രഖ്യാപനങ്ങളിൽ ഒന്ന് അത് തന്നെയായിരുന്നു. മിഷൻ സമുദ്ര അതത്ര നിസ്സാര പദ്ധതിയൊന്നുമല്ല. വമ്പൻ കോള് കയ്യിൽ വെച്ചുള്ള നീക്കമാണ് ഇനി വി.ഡി. സതീശൻ സർക്കാർ നടത്താൻ പോകുന്നത്. വിഴിഞ്ഞത്ത് പിണറായി മനക്കോട്ട കെട്ടിയത് എന്തൊക്കെയായിരുന്നോ അതെല്ലാം കൈപ്പിടിയിൽ ഒതുക്കാൻ തന്നെയാണ് സതീശൻ സർക്കാർ ചാടി ഇറങ്ങിയിരിക്കുന്നത്. മിഷൻ സമുദ്ര ഒരു ബമ്പർ ലോട്ടറി തന്നെയാണ്. കയ്യിലിരിക്കുന്ന പൊന്നാണ് അത്. അതിനെ എത്രത്തോളം വിളക്കി ചേർത്ത് എടുക്കാമോ അത്രത്തോളം പ്രയോജനപ്പെടുത്താൻ തന്നെയാണ് സതീശൻ സർക്കാർ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, വി.ഡി. സതീശന്റെ കന്നി ബജറ്റ് പ്രഖ്യാപനമായിരുന്നു ഇന്ന് കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ കേരളം ഈ ബജറ്റ് ഉറ്റുനോക്കുകയും ചെയ്തിരുന്നു. കുറേയധികം ആൾക്കാരെ ബജറ്റ് നിരാശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മറ്റ് കുറച്ചാൾക്കാരെ ബജറ്റ് ഏറെ സന്തോഷിപ്പിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇവിടുത്തെ ഏറ്റവും പ്രധാന പ്രശ്നം സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണ്. ബജറ്റിൽ വമ്പൻ പ്രഖ്യാപനമൊക്കെ സതീശൻ നടത്തി. പക്ഷേ ഇത് പ്രഖ്യാപനമായി മാത്രം അവശേഷിച്ചാൽ ജനം എടുത്തുടുക്കും. വെറും പ്രഖ്യാപനം നടത്തി ഗിമ്മിക്ക് കാണിച്ച് രക്ഷപ്പെടാനൊന്നും കഴിയില്ല. അതുകൊണ്ട് തന്നെ പറഞ്ഞത് എന്തൊക്കെയാണോ അത് നടപ്പാക്കിയേ മതിയാകൂ. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഇതിനുള്ള തുക എവിടെ നിന്ന് വകയിരുത്തും? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കടമെടുപ്പ് തന്നെയാണ് മുന്നിലുള്ള വഴി. പക്ഷേ ഈ കടമെടുത്ത് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും? അതും ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കയ്യിലിരിക്കുന്ന ഒരു ഖനി അതിനെ പ്രയോജനപ്പെടുത്താൻ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ബജറ്റിലെ വമ്പൻ പ്രഖ്യാപനങ്ങളിലൊന്ന് കേരളത്തെ ഒരു ആഗോള തുറമുഖ നഗരമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള മിഷൻ സമുദ്ര പദ്ധതിയാണ്. തീരദേശങ്ങളെയും തുറമുഖങ്ങളെയും ടൂറിസത്തെയും സമന്വയിപ്പിച്ചുകൊണ്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്ന് ആരംഭിക്കുന്ന ഈ പദ്ധതിക്കായി 400 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. മുൻ സർക്കാർ പ്രഖ്യാപിച്ചിട്ടും യാഥാർത്ഥ്യമാകാതെ പോയ വിഴിഞ്ഞം ഭൂഗർഭ റെയിൽവേ, വിഴിഞ്ഞം നാവായിക്കുളം റിംഗ് റോഡ് എന്നിവ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിഴിഞ്ഞത്തിനും കൊല്ലത്തിനും ചുറ്റും നിർമ്മാണ മേഖലകൾ സ്ഥാപിക്കുന്നതിനൊപ്പം ഹരിത ഇന്ധന സേവനം ലഭ്യമാക്കാൻ വിഴിഞ്ഞത്ത് ഗ്രീൻ ബങ്കറിംഗ് സൗകര്യവും മദർഷിപ്പുകൾ നിർമ്മിക്കാൻ കപ്പൽ നിർമ്മാണ കേന്ദ്രവും ആരംഭിക്കും. വൻകിട ചെറുകിട തുറമുഖങ്ങളെ ബന്ധിപ്പിച്ച് ചരക്ക് ഗതാഗതം സുഗമമാക്കുന്നതിലൂടെ റോഡ്, സമുദ്രം, റെയിൽ, ഉൾനാടൻ ജലപാതകൾ, ഗ്രീൻഫീൽഡ് സിറ്റി എന്നിവയെല്ലാം കൂട്ടിയിണക്കിയുള്ള ശക്തമായ ഒരു മാരിടൈം സമ്പദ് വ്യവസ്ഥയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിനു പുറമെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ കോർത്തിണക്കി ലോജിസ്റ്റിക്സ്, സാങ്കേതിക വിദ്യ, ഉൽപാദനം, ഗവേഷണം, പ്രകൃതി വിഭവങ്ങൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന സതേൺ കേരള ഇക്കണോമിക് കോറിഡോറും റയർ എർത്ത് ആൻഡ് ക്രിട്ടിക്കൽ മിനറൽ കോറിഡോറും ബജറ്റിലെ സുപ്രധാന പ്രഖ്യാപനങ്ങളാണ്. എന്തായാലും ഈ പ്രഖ്യാപനങ്ങളൊക്കെ വെറും പ്രഖ്യാപനമായി മാത്രം ഒതുങ്ങില്ല. കാരണം വി.ഡി. സതീശന്റെ സ്വപ്ന പദ്ധതിയാണ് മിഷൻ സമുദ്ര. കേരളത്തിലെ തീരദേശത്തെ എത്രത്തോളം വിനിയോഗിക്കാൻ കഴിയും, അതായത് സംസ്ഥാനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, മുന്നോട്ടുള്ള നടത്തിപ്പിന് വേണ്ടി തീരദേശങ്ങളെ എങ്ങനെയൊക്കെ വിനിയോഗിക്കാം എന്നുള്ളതാണ് സർക്കാർ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി അത് പ്രയോജനപ്പെടുത്താനുള്ള നീക്കം വി.ഡി. സതീശന്റെ കാലത്ത് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളെ കേന്ദ്രീകരിച്ച് ദക്ഷിണേന്ത്യയിലെ പ്രധാന ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ഹബ്ബായി കേരളത്തെ വികസിപ്പിക്കുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 200 കോടി രൂപ മാറ്റിവച്ചിട്ടുണ്ട്. നിക്ഷേപകർക്ക് വേഗത്തിലും സുതാര്യമായും ഭൂമി ലഭ്യമാക്കാൻ ഇൻവെസ്റ്റ് കേരളം പദ്ധതിയും സമയബന്ധിതമായി ഭൂമി ഏറ്റെടുക്കാൻ പുതിയ ലാൻഡ് മാനേജ്മെന്റ് നയവും നടപ്പിലാക്കും. ഇതിനായി 2ാം ഭൂപരിഷ്കരണം നടപ്പാക്കുമെന്ന് ബജറ്റ് വ്യക്തമാക്കുന്നുണ്ട്. ബഹിരാകാശ രംഗത്തെ വലിയ സാധ്യതകൾ മുന്നിൽ കണ്ട് സ്വകാര്യ സാറ്റലൈറ്റ് നിർമ്മാണ വിക്ഷേപണ സ്ഥാപനങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കും. സ്പേസ് പാർക്കിന്റെ പ്രവർത്തനങ്ങൾക്കായി 5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തുടനീളം 10,000-ഓളം പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ സഹായിക്കുന്ന കേരള MSME ഗ്രോത്ത് സ്കീമും ബജറ്റിലുണ്ട്. യുവതലമുറയുടെ നൈപുണ്യ വികസനത്തിന് AI സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി തൊഴിൽ മേഖലയെ ഉത്തേജിപ്പിക്കാൻ ഗ്ലോബൽ ജോബ് വാച്ച് ടവർ സ്ഥാപിക്കും. ആരോഗ്യ മേഖലയിൽ കൂടുതൽ തൊഴിലുകൾ സൃഷ്ടിക്കാൻ കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റി പദ്ധതിക്കായി 100 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട്. കൊച്ചി, ആലുവ, പെരുമ്പാവൂർ ബെൽറ്റിനെ ആഗോള ഫർണിച്ചർ ഹബ്ബായും കൊച്ചി തൃശൂർ ബെൽറ്റിനെ ആഗോള സ്വർണ്ണ ഹബ്ബായും മാറ്റാൻ ബജറ്റിൽ പദ്ധതിയുണ്ട്. പെരുമ്പാവൂരിൽ ഫർണിച്ചർ ഹബ്ബ് സ്ഥാപിക്കുന്നതിനൊപ്പം
വയോജനങ്ങളുടെ വൈദഗ്ധ്യം ഉപയോഗപ്പെടുത്താനും അവർക്ക് സംരംഭകത്വ സഹായം നൽകാനുമായി സിൽവർ ഇക്കോണമി വികസിപ്പിക്കുകയും അന്താരാഷ്ട്ര മാതൃകയിൽ കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ഒരു പിടി പ്രഖ്യാപനങ്ങളാണ് വി ഡി സതീശൻ നടത്തിയിരിക്കുന്നത്. എന്നാൽ ഇതിലൊക്കെ ഏറ്റവും പ്രധാനമായി വി ഡി സതീശൻ പ്രാധാന്യം കൊടുക്കുന്നത് മിഷൻ സമുദ്രയ്ക്ക് തന്നെയായിരിക്കും. കാരണം അതൊരു വലിയ അവസരമാണ്. മുന്നിൽ കിടക്കുന്ന വലിയൊരു അവസരം എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഗവേഷണം സതീശന്റെ ഭാഗത്തു നിന്നുണ്ടാകും. വി ഡി സതീശൻ മിഷൻ സമുദ്രയ്ക്ക് വലിയ പ്രാധാന്യം ബജറ്റിൽ നൽകിയതോടെ ഇപ്പോൾ CPM-ന്റെ ഭാഗത്ത് നിന്ന് ചില ആരോപണങ്ങൾ ശക്തമായി ഉയർന്നു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് സതീശൻ അദാനി കൂട്ടുകെട്ട് ഇനി ശക്തമാകുമെന്നും തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ച് വമ്പൻ ലാഭക്കൊതിയായിട്ടാണ് ഇവർ ഇറങ്ങിയിരിക്കുന്നത് എന്നൊക്കെയുള്ള വലിയ വിമർശനങ്ങൾ ശക്തമാകുന്നുണ്ട്. എന്നാൽ മുൻപ് തന്നെ വി ഡി സതീശൻ മുൻപ് നടത്തിയിട്ടുള്ള പല ചാനൽ ഇന്റർവ്യൂകളിലൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, തീരദേശം അത് ഒരു അനന്ത സാധ്യതകളുള്ള ഒരു മേഖലയാണ്. അതിനെ സംസ്ഥാനത്തിന് വേണ്ടി സംസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നതിന് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു അവബോധം തനിക്കുണ്ടെന്ന് മുൻപ് തന്നെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞതാണ്. പിണറായി വിജയനും മനക്കോട്ട കെട്ടിയത് ഇത് തന്നെയായിരുന്നു. 3ാം തവണ അധികാരം കിട്ടുമ്പോൾ വിഴിഞ്ഞം അടപടലം അങ്ങ് വഹിക്കാം എന്നുള്ള ഒരു കണക്കുകൂട്ടലായിരുന്നു. പക്ഷേ തെറ്റിപ്പോയി, പിഴച്ചുപോയി. ജനങ്ങൾ വോട്ടുകുത്തി അവരെ മൂലക്കിരുത്തി. ഇതോടുകൂടി അധികാരം UDF-ന് കിട്ടുന്നു. ഇനി ഒരു 5 വർഷക്കാലം വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള കേരളത്തിലെ തീരദേശങ്ങളെ, അതായത് അതിനെ നശിപ്പിക്കാതെ, അവിടെ ഒരു അഴിമതിക്ക് കോപ്പ് കൂട്ടുകയാണെങ്കിൽ ജനം ശക്തമായി അതിനെ എതിർക്കും. നമ്മൾ കരിമണൽ ഖനനത്തിലൊക്കെ അത് കണ്ടതായിരുന്നു. കാരണം പിണറായി സർക്കാരിന്റെ കാലത്ത് വലിയ തോതിലായിരുന്നു ആലപ്പുഴയിലെ തീരദേശ മേഖലകളിൽ കരിമണൽ ഖനനം നടന്നത്. അതിനെതിരെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഉൾപ്പെടെ വലിയ തോതിൽ ഖനനം നടന്നിരുന്നു. അതിനെതിരെ അവിടുത്തെ ജനങ്ങൾ വലിയ പ്രതിഷേധവും ഒക്കെ ആയിട്ട് രംഗത്ത് വന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ വെറുപ്പിക്കാതെ സംസ്ഥാനത്തിന് വേണ്ടി അത് വിനിയോഗിക്കുക എന്നുള്ളതാണ്, അല്ലാതെ സ്വന്തം അട്ടത്തേക്ക് ഇത് കൊണ്ടുപോയി വെക്കാനല്ല. അങ്ങനെയുള്ള ഒരു നീക്കമാണ് സതീശന്റെ ഭാഗത്തെങ്കിൽ അതിനെ എതിർത്ത് ജനങ്ങൾ തന്നെ രംഗത്തുണ്ടാകും, മുന്നിലുണ്ടാകും. അതുകൊണ്ട് ഇതിനെയൊക്കെ, അതായത് അവസരങ്ങൾ, കേരളത്തിൽ ഉള്ള അവസരങ്ങളെ നമുക്ക് നമ്മുടെ നാടിന് വേണ്ടി എങ്ങനെ വിനിയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് സർക്കാർ കൃത്യമായി ഇനി പഠിച്ച്, അതിപ്പോൾ തീരദേശ മേഖലയെ അതിനെ താറുമാറാക്കാതെ, പ്രകൃതിക്ക് ദോഷം ചെയ്യാതെ, എന്നാൽ സംസ്ഥാനത്തിന് പ്രയോജനപ്പെടുത്താൻ ഏതൊക്കെ രീതിയിൽ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ പഠനങ്ങൾ നടത്തുന്നത് ഏറെ നല്ലത് തന്നെയാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് എല്ലാവരും എത്തിയിരിക്കുന്നത്. കേരളത്തിന്റെ ദീർഘകാല വികസനവും സാമ്പത്തിക വളർച്ചയും ലക്ഷ്യമിട്ട് വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ച 2026-27 വർഷത്തെ പുതുക്കിയ ബജറ്റ് സംസ്ഥാനത്ത് പുതിയൊരു വികസന യുഗത്തിന് ചുവട് വെക്കും എന്നാണ് വിദഗ്ധരും പറയുന്നത്. വരുമാന വർധനവ്, അടിസ്ഥാന സൗകര്യ വികസനം, വൻതോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്ന ബജറ്റിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള നിക്ഷേപങ്ങൾ ആകർഷിക്കാനും ഭൂലഭ്യത നിയമങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കാനുമുള്ള വിപ്ലവകരമായ പദ്ധതികളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. മുൻ സർക്കാരിന്റെ കാലത്തുണ്ടായ സാമ്പത്തിക ബാധ്യതകളെ ചൂണ്ടിക്കാട്ടി 2026 മാർച്ച് 31 വരെ ആകെ 87,000-ലധികം കോടി രൂപയാണ് സർക്കാരിന് ബാധ്യതയായി നൽകേണ്ടി വരുന്നതെന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു ധവളപത്രത്തിന്റെയും പ്രകടന പത്രികയുടെയും അടിസ്ഥാനത്തിൽ സർവതല സ്പർശിയായ ഈ കന്നി ബജറ്റ് മുഖ്യമന്ത്രി അവതരിപ്പിച്ചത്. 1.69 ലക്ഷം കോടി രൂപ റവന്യൂ വരവും 2.05 ലക്ഷം കോടി രൂപ റവന്യൂ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ റവന്യൂ കമ്മി 35,355 കോടി രൂപയാണ്. എന്തായാലും പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാൻ സർക്കാരിന് ആർജവം ഉണ്ടാകണം. അല്ലെങ്കിൽ ജനങ്ങൾ അതിശക്തമായി ഇതിനെ എതിർക്കുക തന്നെ ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. മുൻപത്തെ പോലൊന്നുമല്ല, ഇപ്പോൾ പ്രതികരിക്കുന്ന ജനങ്ങളാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ അവരുടെ വിരൽ തുമ്പിലാണ്. അവർ അവരുടെ അഭിപ്രായങ്ങളും അവരുടെ പ്രതിഷേധങ്ങളും ഒക്കെ രേഖപ്പെടുത്തും. ഈ സർക്കാരിനെ വിലയിരുത്തുന്നതിൽ വലിയൊരു പങ്ക് സോഷ്യൽ മീഡിയയുടെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുന്നത്
നല്ലതായിരിക്കും. എന്തായാലും മിഷൻ സമുദ്ര അത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകാനാണെങ്കിൽ ഉറപ്പായും സംസ്ഥാനത്തിന് ഗുണം ചെയ്യുന്ന മികച്ച പദ്ധതി തന്നെയാണ്. കേരളത്തെ ഒരു തുറമുഖ ഹബ്ബാക്കി മാറ്റുമ്പോൾ അവസരങ്ങൾ ഒരുപാടാണ്. പ്രത്യേകിച്ച് തൊഴിലവസരങ്ങൾ, അതുപോലെ തന്നെ നിക്ഷേപം വന്ന് കേരളത്തിലേക്ക് നിക്ഷേപത്തിൻ്റെ ഒരു ഒഴുക്ക് തന്നെ ഉണ്ടാകും. അതെല്ലാം നമ്മെ വലിയ രീതിയിൽ കേരളത്തെ വലിയ രീതിയിൽ ഉത്തേജിപ്പിക്കുന്നത് തന്നെയാണ്. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുക എന്നുള്ളതാണ്. വലിയ സാമ്പത്തിക ഞെരുക്കം കേരളം നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം മറികടന്ന് മികച്ച രീതിയിൽ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് സർക്കാരിൻ്റെ വലിയൊരു ഉദ്യമം തന്നെയായിരിക്കും. അത്ര നിസ്സാരമൊന്നുമല്ല ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുക എന്നുള്ളത്. എന്നാൽ അതിനെ മറികടക്കാൻ കഴിഞ്ഞാൽ ഉറപ്പായും വി ഡി സതീശന് ഒരു ഗുഡ് മാർക്ക് ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും. ഒരു ഭരണാധികാരി എന്ന നിലയിൽ ജനങ്ങൾ വിലയിരുത്തണമല്ലോ. പിന്നീടും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ട ഒരാളാണല്ലോ. 5 വർഷത്തിന് ശേഷവും വീണ്ടും വി ഡി സതീശന്റെ മുഖം കേരളത്തിലെ ജനങ്ങൾക്ക് മുൻപിലേക്ക് അവതരിപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ മാർക്കിടും. അഹങ്കാരവും ധാർഷ്ട്യവും കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. കേരളത്തിലെ ജനങ്ങൾ അവർ വികസനമാണ് ആഗ്രഹിക്കുന്നത്. അവരുടെ ചുറ്റുപാടും നന്നാകുക എന്നുള്ള ഒരാഗ്രഹമാണ്. അതുകൂടാതെ പ്രതിസന്ധിയിൽ കഴിയുന്നവർ അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കുന്നവർ ഒരു നല്ല നാളേക്ക് വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നത്. അങ്ങനെ ഒരു നല്ല നാളെ അവർക്ക് സമ്മാനിക്കുന്ന ഭരണാധികാരി ആരാണോ ആ ഭരണാധികാരിക്കൊപ്പം നാട് നിൽക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.